ഈശ്വംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 21 അധ്യായം, അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗം. വഴിയരികിലുള്ള ഒരു അസ്ഥിവൃക്ഷത്തെ അതിൽ ഫലമുണ്ടാകും എന്ന പ്രതീക്ഷയിൽ ഈശോ സമീപിക്കുന്നു. ഫലമില്ല എന്ന് കണ്ടപ്പോൾ ഈശോ അത്തിവൃക്ഷത്തെ ശപിക്കുന്നു. ഇനിമേലിൽ നിന്നിൽ ഫലമുണ്ടാകാതിരിക്കട്ടെ. തൽക്ഷണം ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയി എന്നാണ് സുവിശേഷകന്മാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുക. കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചു, അത് അത്തിപ്പഴങ്ങളുടെ കാലമായിരുന്നില്ല. അത്തിപ്പഴങ്ങളുടെ കാലമല്ലാതിരുന്നിട്ടും യേശു എന്തിനാണ് ഈ അത്തിവൃക്ഷത്തെ ശപിച്ചത് എന്നത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ മനോമുഖരങ്ങളിൽ ഉയരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്. അതൊരു ഉത്തരം വളരെ കൃത്യമായിട്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതാണ് ഈ ദിവസത്തിൻ്റെ ധ്യാനചിന്ത. ഇലകൾ നന്നായി പടർന്ന് ഫലം ചൂടി നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം എങ്ങനെ നിൽക്കേണ്ടോ അതുപോലെ സമൃദ്ധമായി ഫലമുണ്ടെന്ന് തോന്നും വിധം നിന്നു എന്നതാണ് ഈശോയെ അത്തിമരത്തിൻ്റെ ചുവട്ടിലേക്ക് ആനയിച്ചത്. അത്തിമരത്തിൻ്റെ ചുവട്ടിലെത്തിയപ്പോഴാണ് അതിൽ അത്തിപ്പഴമില്ല എന്ന് ഈശോ തിരിച്ചറിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും ഇല്ലാത്ത പുണ്യങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ആരൊക്കെയോ ആണ് എന്ന് ഭാവിക്കാൻ നാം ചെയ്തു കൂട്ടുന്ന ചില ചെയ്തികളെ ഈശോ ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ സൂചനയാണ് ഈ ഫലം ചൂടി നിൽക്കാത്ത, ഫലം നൽകാത്ത അത്തിവൃക്ഷത്തെ അവിടുന്ന് ശപിക്കുന്നത്. രണ്ടാമത്തെ ചിന്ത, ആ അത്തിവൃക്ഷത്തെ ഈശോ ശപിച്ച ക്ഷണത്തിൽ അത് ഉണങ്ങിപ്പോയി എന്നതാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്താൽ ഇത് തന്നെ നിങ്ങൾക്കും ലഭിക്കും. ഈ രണ്ട് മേഖലകളിലും നമ്മുടെ പരിചിന്തനത്തെ നമ്മൾ കടത്തിവിടണം. ഒന്ന്, ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇല്ലാത്തതുണ്ട് എന്ന് ഭാവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഉള്ളവും തിരിച്ചറിയുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന ബോധ്യത്തോടെയാണോ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പലപ്പോഴും എന്നെ തന്നെ പ്രദർശിപ്പിക്കുന്നത്? എൻ്റെ പാപങ്ങളും എൻ്റെ ലോകമോഹങ്ങളും എൻ്റെ സ്വകാര്യ നിമിഷങ്ങളുമൊക്കെ മറ്റുള്ളവർ കണ്ടാൽ അത് കുഴപ്പമാകുമെന്ന് ചിന്തിക്കുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ മനസ്സിലൊളിക്കുന്നുണ്ട് എങ്കിൽ അത് പുനർവിചിന്തനത്തിന് വിധേയമാക്കപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഭാവിച്ചതിനാലാണ് അത്തിവൃക്ഷം ശപിക്കപ്പെട്ടത്. നമുക്ക് ഉള്ളതും ഒന്നായിരിക്കട്ടെ. ഇല്ലാത്തതുണ്ട് എന്ന് ഭാവിക്കുന്ന മനോഭാവങ്ങൾ മറ്റുള്ളവരുടെ കയ്യടി നമുക്ക് വാങ്ങിത്തന്നേക്കാം. പക്ഷേ നിത്യനീതി പാലിക്കുന്നവനായ അന്ത്യവിധിയാളനായ തമ്പുരാൻ്റെ മുമ്പിൽ നമുക്ക് ഈ ഷോ കൊണ്ടൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ഈ ദിവസം നമുക്ക് ആഗ്രഹിക്കാം. വിശ്വാസ ജീവിതത്തിലേക്ക് ഒരിക്കൽ കൂടെ നമുക്ക് എത്തി നോക്കാം. എൻ്റെ തമ്പുരാൻ പറഞ്ഞപ്പോൾ ആ അത്തിവൃക്ഷം ഉണങ്ങിപ്പോയെങ്കിൽ ഈശോ പറഞ്ഞു തരുന്നുണ്ട്, നീയും ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നടക്കും. വിശ്വാസത്തിൻ്റെ അകക്കണ്ണുകൾ തുറന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലേക്ക് നോക്കിയിട്ട്, നമ്മുടെ അസ്വസ്ഥതകളിലേക്ക് നോക്കിയിട്ട് മാറിപ്പോകട്ടെ എന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ അതെല്ലാം മാറിപ്പോകും. വിശ്വാസത്തിൻ്റെ അകക്കണ്ണുകൾ തുറക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. എൻ്റെ തമ്പുരാന് ഹിതകരമല്ലാത്തതെല്ലാം എന്നിൽ നിന്ന് മാറിപ്പോകട്ടെ എന്ന് ഹൃദയപരമാർത്ഥതയെ ആഗ്രഹിച്ച് വിശ്വസിച്ച് നമുക്ക് ഉറക്കെ പറയാം.
തമ്പുരാൻ വിധിയാളനായിട്ട് കടന്നു വരട്ടെ. അവൻ എന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കട്ടെ. അങ്ങനെ കർത്താവ് പറഞ്ഞ വാക്കുകൾ യഥാവിധി എന്നിൽ നിറവേറ്റപ്പെടുന്ന, എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമാകുന്ന പുണ്യനിമിഷങ്ങൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.